കാസർഗോഡ് ചെർക്കളയിൽ ഗതാഗത നിയമം ലംഘിച്ച് ഷാഫി പറമ്പിൽ ഫാൻസിന്റെ വിജയാഘോഷം. ഓടുന്ന വാഹനത്തിൽ പടക്കം പൊട്ടിച്ചാണ് ഇവർ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത്. പടക്കം പൊട്ടിച്ച് നഗരത്തിലൂടെ ഏറെ നേരം വാഹനം സഞ്ചരിച്ചു. ഷാഫി പറമ്പിൽ ഫാൻസ് ആലമ്പാടി എന്ന ബാനർ ഉയർത്തിയായിരുന്നു വിജയാഹ്ലാദം. കെ വി ബൈജു ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബൈജു, വിജയാഘോഷങ്ങളൊക്കെ വേണം, കാരണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ പ്രവർത്തകരും ഒക്കെ ആഘോഷിക്കുന്നുണ്ട് വലിയ രീതിയിൽ. പക്ഷെ നമ്മുടെ നിയമം പാലിച്ചുകൊണ്ടാകണമല്ലോ ഈ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കേണ്ടത്. പ്രത്യേകിച്ചും വലിയ രീതിയിൽ അപകടം ക്ഷണിച്ചു വരുത്തുന്ന രീതിയിൽ വാഹനത്തിന് ഉള്ളിൽ നിന്നും പടക്കം പൊട്ടിക്കുന്നു. വലിയ അപകടത്തിന് സാധാരണക്കാരായ ജനങ്ങൾക്ക് വരെയും ഭീഷണിയാകുന്ന രീതിയിലുള്ള ആഹ്ലാദമാണ്, വിജയാഘോഷമാണ് നടന്നത്. സംഭവത്തിൽ പോലീസ് അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ടോമെ, ഏറെ ഭയാനകരമായ കാഴ്ച തന്നെയാണ് ഇത് ഒരു വാഹനത്തിൽ ഇതിലൊരു കുട്ടിയെ കൂടി നമുക്ക് കാണാം. ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ച് ഈ വാഹനത്തിന്റെ മുകളിൽ നിന്നൊക്കെ പടക്കം പൊട്ടിച്ച് വളരെ തിരക്കുള്ള റോഡിലൂടെ ഇത്തരത്തിൽ ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് കാണുന്നത്. അതായത് കാസർഗോഡ് ജില്ലയിലെ ചെർക്കള മുതൽ നായന്മാർ മുലവൽ, അതായത് ജില്ലാ ഭരണസിരാ കേന്ദ്രമായ കലക്ടറേറ്റ്, അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസൊക്കെ സ്ഥിതി ചെയ്യുന്നതിന് സമീപത്താണ് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചുകൊണ്ടുള്ള ഈ ആഘോഷം. ഏതായാലും വടകരയിലെ വിജയിച്ച ഷാഫി പറമ്പിലിന്റെ ഫാൻസ് എന്ന പേരിൽ ആലമ്പാടിയുള്ള ഒരു കൂട്ടം യുവാക്കളാണ് ഇത്തരത്തിലുള്ള ഒരു അപകടപരമായ രീതിയിലുള്ള ഒരു ആഘോഷം സംഘടിപ്പിച്ചത്. ഏതായാലും ഇതിൽ ഇപ്പോൾ പോലീസോ മോട്ടോർ വാഹന വകുപ്പോ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഏറെ പ്രധാനം. നമുക്കറിയാം, നേരത്തെ സഞ്ജു ടെക്കി ഇത്തരത്തിൽ ഒരു അപകടകരമായ വിധം വാഹനത്തിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഒരുക്കി യാത്ര ചെയ്തതും അതിനെതിരെ ശക്തമായ നടപടി വന്നതും ഹൈക്കോടതി പോലും ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവത്തിൽ ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ വാഹനത്തിന്റെ മുകളിൽ നിന്നാണ് ഇത്തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിരവധി പടക്കങ്ങൾ ആകാശത്തേക്ക് ഇത്തരത്തിൽ പൊട്ടിച്ചു വിടുന്ന കാഴ്ചകൾ. നഗരത്തിൽ വലിയ തിരക്കുള്ള വിദ്യാനഗർ ഭാഗത്ത് വലിയ തിരക്കുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഏതായാലും ഈ സംഭവം മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇതിനെതിരെ നടപടി ഒന്നും തന്നെ സ്വീകരിച്ചില്ല. നമുക്കറിയാം, നേരത്തെ തമിഴ്നാട്ടിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്താണ്. ഇരുചക്ര വാഹനത്തിൽ ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ച് യാത്ര ചെയ്ത ഒരു ദൃശ്യമാണ്. അതിപ്പോഴും നമുക്ക് മറക്കാൻ പറ്റില്ല. ഡിസംബർ 31 ഇത്തരത്തിലുള്ള ആഘോഷം സംഘടിപ്പിച്ചത്. വലിയ തോതിൽ ചർച്ചയായിരുന്നു. അതിന് സമാനമായ രീതിയിലാണ് ഈ ജീപ്പിലും ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ചുകൊണ്ട് ഈ യാത്ര ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ടൊരു കുട്ടിയെയും ഈ വാഹനത്തിന്റെ അകത്ത് കാണാം. ഏറെ അപകടകരമായ രീതിയിലാണ് ഇവരുടെ യാത്ര. വഴിയിലെല്ലാം പടക്കം പൊട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒപ്പം ഇത് കൂടാതെ വാഹനത്തിന്റെ മുകളിൽ നിന്നും പടക്കം പൊട്ടിച്ച് ആകാശത്തേക്ക് പൊട്ടിച്ചു വിടുന്നു. ഏതായാലും നേരത്തെ ടൂറിസ്റ്റ് ബസ് ഇത്തരത്തിൽ ഒരു പടക്കം പൊട്ടിച്ച് ആഘോഷത്തിന്റെ പേരിൽ വലിയ ചർച്ചയായിരുന്നു. അന്ന് ബസ്സിനെതിരെ ഡ്രൈവർക്കെതിരെയും ഉൾപ്പെടെ വലിയ നടപടിയും ഉണ്ടായിരുന്നു. ഏതായാലും ഈ സംഭവത്തിൽ ഇതുവരെ നടപടിയൊന്നും സ്വീകരിച്ചതായി നമുക്ക് വിവരമില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയാണ്, അതായത് ബൈജു സൂചിപ്പിച്ചതുപോലെ ഇത് ദേശീയപാതയിലാണ് ഈ രീതി ഗതാഗത നിയമം ലംഘിച്ചുകൊണ്ടുള്ള വിജയാഘോഷം നടന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഈ ദേശീയപാതയിൽ ഈ രീതിയിൽ വലിയ രീതിയിൽ ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്നു, ഗതാഗത നിയമം ലംഘിക്കുന്നു. പോലീസിന്റെ ശ്രദ്ധയിൽ ഇതൊന്നും പെട്ടിരുന്നില്ല. ഇതുവരെ യാതൊരു കേസും എടുക്കാത്തത് എന്തുകൊണ്ടാണ്? തീർച്ചയായും പോലീസിന്റെയോ മോട്ടോർ വാഹന വകുപ്പിന്റെയോ ശ്രദ്ധയിൽ ഈ കാര്യം പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദൃശ്യം നമ്മളാണ് പുറത്തുവിട്ടത്. ഇതിൽ മണിക്കൂറുകളോളമാണ് ഈ വാഹനം ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ചുകൊണ്ട്, അതായത് നിരന്തരം പടക്കം പൊട്ടിച്ചു തുടരെ പടക്കം പൊട്ടിച്ചുകൊണ്ട് റോഡിലൂടെ ഇത്തരത്തിൽ യാത്ര ചെയ്തത്. പക്ഷേ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് മൂക്കിന് താഴെ നടന്ന സംഭവം ഇവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ ദൃശ്യം ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. അവർ ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുന്നുണ്ട്. ഈ വാഹനത്തിന്റെ
രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെ കൃത്യമായി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വലിയ താമസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചതായി മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ഈ സംഭവം ഇപ്പോൾ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് ഇപ്പോൾ നടന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇന്നാണ് ഈ ദൃശ്യം നമ്മൾ പുറത്തുവിടുന്നത്. ഇതുവരെ ഇവർക്ക് ഈ ദൃശ്യത്തിനെ കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ബന്ധപ്പെട്ടിരുന്നു മോട്ടോർ വാഹന വകുപ്പുമായി. ഏതായാലും ഇപ്പോൾ ഇതിന് നടപടിയെടുക്കാനുള്ള ഇവർക്കെതിരെ നടപടിയെടുക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതി ഉൾപ്പെടെ ഇത്തരത്തിൽ വാഹനങ്ങൾ വാഹനങ്ങൾ ഇത്തരത്തിൽ റോഡിൽ ഇത്തരത്തിൽ പോകുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇത്തരം സംഭവങ്ങൾ തുടരുന്നു എന്നതാണ് ഏറെ ആശങ്ക ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ പാതയാണ്, നിരവധി വാഹനങ്ങൾ, വലിയ ഗ്യാസ് ടാങ്കർ ഉൾപ്പെടെ കടന്നുപോകുന്ന പാതയാണ്. ഈ പാതയിലാണ് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ നിരന്തരം മാലപ്പടക്കമായിരുന്നു ഇവരുടെ വാഹനത്തിന് മുകളിലൂടെ വെച്ച് പൊട്ടിച്ചുകൊണ്ടിരുന്നത്. അത് കൂടാതെയാണ് ഈ വാഹനത്തിന്റെ മുകളിൽ നിന്നും ഇത്തരത്തിൽ ആകാശത്തേക്ക് പടക്കം പൊട്ടിച്ചു വിടുന്ന സാഹചര്യം ഉണ്ട്. ഏതായാലും മണിക്കൂറുകളോളമാണ് ഇവരുടെ ഇത്തരത്തിൽ ഈ പടക്കം പൊട്ടിച്ചുകൊണ്ടുള്ള ഈ ആഘോഷ യാത്രയുണ്ടായത്. എന്തായാലും ഈ സംഭവത്തിൽ നിലവിൽ നടപടിയൊന്നും സ്വീകരിച്ചതായി നമുക്ക് വിവരമില്ല കേട്ടോ. ഇത് ആരാണ് ഈ രീതിയിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത്, ഈ വിജയാഘോഷം സംഘടിപ്പിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ടോ? മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണോ അതോ ഷാഫി പറമ്പലിന്റെ ആരാധകരാണോ? ഇവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ബൈജു? ടോമെ, മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ആലമ്പാടി ഷാഫി പറമ്പിൽ ഫാൻസ് അസോസിയേഷൻ എന്ന ലാബിൽ ഇത്തരത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ഈ വിജയാഘോഷം സംഘടിപ്പിച്ചത്. അതിനിടയിലാണ് ഈ വാഹനത്തിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്പർ കൃത്യമായി കാണാം. അതുകൊണ്ട് തന്നെ ഇതിന് RC ഓണറെ കണ്ടുപിടിക്കുന്നതിന് വലിയ താമസമൊന്നും മോട്ടോർ വാഹന വകുപ്പിനില്ല, കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റും. ഏതായാലും മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെയാണ് ഇത്തരത്തിൽ ഒരു സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇത് ദേശീയപാതയിൽ കലക്ടറേറ്റിന് തൊട്ടടുത്ത് വരെ ഈ വാഹനം ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ചുകൊണ്ട് എത്തിയിരുന്നു. പിന്നീട് ചർക്കളയിലേക്ക് തിരിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വലിയ തിരക്ക്, ഈ ദേശീയപാതയുടെ നിർമ്മാണമൊക്കെ നടക്കുന്ന സമയമാണ്, വലിയ തിരക്കാണ്. ഒരു ഒറ്റ വാഹനത്തിന് മാത്രമേ ഇതുവഴി കടന്നു പോകാൻ ഇപ്പോൾ പറ്റൂ. എന്തെങ്കിലും അപകടമുണ്ടായാൽ വാഹനങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ വരെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സ്ഥലമാണ്. മണിക്കൂറുകളോളം ഗതാഗത തടസ്സമാണ് ഈ ഭാഗത്തൊക്കെ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ അപകടകരമായ രീതിയിലുള്ള ഒരു സ്ഥലത്തുകൂടിയാണ് ഇത് ഉണ്ടായതെന്നാണ് ഇതിന് ഏറ്റവും പ്രധാനം. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. വലിയ പ്രതിഷേധം ഇതിനെതിരെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടിയാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും സ്വീകരിക്കേണ്ടത്. കാസർഗോഡ് നിന്ന് KV ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ നിയമത്തിൽ കർശന മാർഗനിർദ്ദേശവുമായി ഗതാഗത വകുപ്പ്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.